ഗുഡ് ഈവനിങ്. വെൽക്കം ടു എജുഫിക്സ് അക്കാദമി. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് BSOC 108 ആണ് കേട്ടോ. 108 ഫസ്റ്റത്തെ ബ്ലോക്ക് ആണ് നമ്മളിന്ന് എടുക്കുന്നത്. ഓക്കെ, സ്റ്റാർട്ട് അവർ ക്ലാസ്. നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BSOC അല്ലേ, അതായത് 108 108 നമ്മൾ ഇന്ന് എടുക്കുന്നത്. അതിൽ നമുക്ക് ടോട്ടല് 4 ബ്ലോക്കുകളാണുള്ളത്. 4 ബ്ലോക്കിലും കൂടെ ഒരു 13ഓളം ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഉള്ളത് കേട്ടോ. അപ്പൊ അതിലെ ഫസ്റ്റത്തെ ബ്ലോക്കിൽ 3 യൂണിറ്റ് ആണുള്ളത്. ഫസ്റ്റത്തെ ബ്ലോക്കിന്റെ പേര് ഇൻട്രൊഡക്ഷൻ ടു ഇക്കണോമിക് സോഷ്യോളജി. ഇതിൽ നമ്മൾ എന്താണ് സോഷ്യോളജിയും ഇക്കണോമിക്കും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു, ഇവ തമ്മിലുള്ള ആ ഒരു റിലേഷൻ എന്തൊക്കെയാണ്, അതെല്ലാമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് സൊസൈറ്റി, കൾച്ചർ ആൻഡ് ഇക്കോണമി, ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ, കാരണം ഞാൻ സ്ലൈഡ് ഉണ്ടാക്കിയപ്പോ ഒന്ന് ലാഗായി പോയതില്, അതുകൊണ്ടാണ് ഈ ഫസ്റ്റത്തെ സ്ലൈഡിൽ തന്നെ വന്നിട്ടുള്ളത് കേട്ടോ. പറഞ്ഞ സൊസൈറ്റി, കൾച്ചർ ആൻഡ് ഇക്കോണമി, അതാണ് നമ്മുടെ യൂണിറ്റ്. അപ്പൊ ആദ്യം എന്താണ് ഈ ഒരു സോഷ്യോളജിയും ഇക്കണോമിയും അല്ലെങ്കിൽ ഈ കൾച്ചർ, ഇവയൊക്കെ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്താണ്, എന്ത് ബന്ധമാണ് ഇവ തമ്മിലുള്ളത് എന്നതിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. Economic is an age-old institution used to deal with the changing pattern in society. It's a cooperation and complementary relationship. In early 19th century, were witnessed changing economic and sociology, urbanization, capitalism, industrialization, and rapid technical development, along with the different form of collective action. Sociology deals with the relationship between human and society. Economic helps understand of pattern of one conception of friends of resources. ഇതിൽ നമ്മൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്താണ് എക്കണോമിക്സ് അല്ലെങ്കിൽ എന്താണ് സോഷ്യോളജിയും തമ്മിലുള്ള റിലേഷൻ. സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാണ്, സ്റ്റഡി ടു ഹ്യൂമൺ അല്ലെങ്കിൽ എന്താണ് സൊസൈറ്റിയിലെ. പൊതുവെ നമുക്കറിയാം സോഷ്യോളജി എന്ന് പറയുമ്പോൾ നമ്മളൊരു ഹ്യൂമനെ ആയാലോ അല്ലെങ്കിൽ സൊസൈറ്റി ആയിട്ടുള്ള കുറച്ചൊക്കെ എന്താണ് ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡി, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. പിന്നെ അതുപോലെ തന്നെ എക്കണോമിക് ആയാലും എങ്ങനെയാണ്, വാണ്ട് ടു കൺസെപ്ഷൻ ഓഫ് റിസോഴ്സിനെ കുറിച്ചിട്ടുള്ള അറിവ് ലഭിക്കുക. അതുപോലെ തന്നെ സമൂഹങ്ങളിൽ ഈ സമ്പത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ എന്താണ് ഇംഗത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള ഒരു ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കുന്നത്. അപ്പൊ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഇറ്റ്സ് എ കോപ്പറേഷൻ ആൻഡ് കോംപ്ലിമെന്ററി റിലേഷൻഷിപ്പ് അല്ലെ. അതുപോലെ തന്നെ capitalism, urbanization, industrialization, and rapid technical development, along with different forms of collective actions. അതായത് ഇത് തമ്മിൽ ഒരു കോപ്പറേറ്റീവ് കോംപ്ലിമെന്ററി തമ്മിൽ ഒരു എന്തുണ്ടെന്നാ പറഞ്ഞ, കോപ്പറേറ്റീവ് ആയിട്ട് അതുപോലെ തന്നെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു എന്തുണ്ട് റിലേഷൻഷിപ്പ് ഇവ തമ്മിലുണ്ട്. ഈ സോഷ്യോളജിയും അതുപോലെ തന്നെ എക്കണോമിക്കും തമ്മിൽ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് ഈ ഒരു കൺസെപ്റ്റ് വരുന്നത്, അതായത് ഒരു 19ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുണ്ടായ റാപ്പിഡ് ആയിട്ടുള്ള ടെക്നിക്കൽ ഡെവലപ്മെന്റ്, അതായത് റാപ്പിഡ് ആയിട്ടുണ്ടായ മാറ്റങ്ങൾ, അത് സോഷ്യോളജിയായിട്ട് ഉണ്ടായിട്ടുണ്ടായ മാറ്റങ്ങളാണ് കേട്ടോ.
സോഷ്യലി എക്കണോമിക്കലി ഈ രണ്ട് സെക്ടറിലും ഈ രണ്ട് മേഖലകളിലും റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവുകയാണ് ചെയ്തത്. അപ്പൊ ആ ഒരു സെക്ഷനിലൊക്കെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി. ഇതെല്ലാം വരുന്നത് ഏതാണ്? ഏർലി 19th സെഞ്ചുറി, എൻഡ് ഓഫ് ദ 18th സെഞ്ചുറി ആൻഡ് ദ ബിഗിനിങ് ഓഫ് ദ 19th സെഞ്ചുറി അല്ലെ. 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും അതുപോലെ തന്നെ 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ഒക്കെ ആയിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് ഉണ്ടായത്, അല്ലെങ്കിൽ സോഷ്യോളജി എക്കണോമിക്കും തമ്മിലുള്ള ഒരു എന്താ റിലേഷൻഷിപ്പ് ഉണ്ടായത്. അപ്പൊ ഇതാണ് സോഷ്യോളജിയും എക്കണോമിക്കും തമ്മിലുള്ള ആ ഒരു എന്താ പറയാ ഒരു ചെറിയൊരു ബന്ധം എന്ന് പറയുന്നത്. Then we are moving on another slide. Okay. അതിനൊക്കെ മുന്നേ നമുക്ക് എന്ത് പറയാം, ഒരു ഈ ഒരു കൺസെപ്റ്റ് ഇടയാക്കിയ സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഇവ രണ്ടിനുള്ള പ്രാധാന്യം അത് ദിനം പ്രതി എന്ത് ചെയ്യാണ്, വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സമ്പത്തില്ലെങ്കിൽ എന്തില്ല, നമ്മുടെ നിലനിൽപ്പില്ല എന്നുള്ള ഒരു, സൊസൈറ്റിയുടെ നിലനിൽപ്പില്ല എന്നുള്ള ഒരു ആശയത്തിലേക്ക് എന്താണ് ലോകം മാറിയിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇതിനെല്ലാം ഒരു മുഖ്യമായിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇക്കോണമി തന്നെയാണ് അല്ലെ. ഇക്കണോമിക് തന്നെയാണ് ഇതിനെല്ലാം ഒരു മുഖ്യ ഘടകം എന്ന് പറയുന്നത്. ഇക്കണോമിക് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ സാമ്പത്തികം എന്ന് പറഞ്ഞിട്ടുള്ള ആശയം ഇല്ലെങ്കിൽ സമൂഹത്തിന് എന്തുണ്ടാവില്ല, സമൂഹത്തിന് അവിടെ സ്റ്റേബിൾ ആയിട്ട് നിലനിൽക്കാൻ സാധിക്കില്ല. ഏതൊരു മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതിലെന്ത് വേണം, അതിലൊരു എന്താ സാമ്പത്തികപരമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാവണം. അപ്പോഴേ ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ആശയം സമൂഹത്തിൽ നിലനിൽക്കുള്ളൂ അല്ലെ. അണ്ടർസ്റ്റാൻഡിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൊസൈറ്റി, കൾച്ചർ ആൻഡ് ഇക്കോണമി, ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പൊ എന്താണ് സോഷ്യോളജിയും എക്കണോമിക്കും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, എന്താണ് സോഷ്യോളജി, എന്താണ് എക്കണോമിക്, എന്താണ് ഇവ രണ്ടിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലായി അല്ലെ. ഇനി നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ദ റിലേഷൻഷിപ്പ്, ഇവ തമ്മിലുള്ള ബന്ധങ്ങൾ എത്രത്തോളം ഉണ്ട് നമുക്ക് നോക്കാം. ഇക്കണോമി therefore is a component of society and society is the framework within which economy functions. Because of this relationship, every society has its own economy and every economy reflects the needs and cultural attributes of society as well as the major traits of the civilization in which live. അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, അല്ലെങ്കിൽ എന്താ ഒരു സമൂഹത്തില് എക്കണോമിക്കിന്റെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ അതല്ലെങ്കിൽ കൾച്ചറിന്റെ ഒക്കെ ആവശ്യകത എന്താണ്, ഇവ തമ്മിലുള്ള ഒരു എന്താ പരസ്പര ബന്ധം എന്താണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവയെല്ലാം നിലനിൽക്കുന്നത് ആദ്യം തന്നെ എന്തിലൂടെ, തമ്മിൽ കോപ്പറേഷനും കോംപ്ലിമെന്ററിയും ആയിട്ടുള്ള ഒരു റിലേഷൻ ഇവ തമ്മിൽ ഉണ്ടല്ലേ, ഇവ തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ബന്ധം നിലനിന്നെങ്കിൽ മാത്രമാണ് നമുക്ക് എന്തുണ്ടാവുള്ളൂ എന്നാ പറഞ്ഞു, സമൂഹത്തിന്റെ ഓരോ സെക്ടറിലും ഓരോ സെക്ഷനിലും ഇക്കണോമിക് സെക്ഷനിലും അതുപോലെ തന്നെ സോഷ്യൽ സെക്ഷനിലും എന്ത് വരാൻ ഉണ്ടാവുള്ളൂ, ഇത് മാറ്റങ്ങള് വരാൻ ഉണ്ടാവുള്ളൂ അല്ലെ, അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാവുക ഉള്ളൂ. നമ്മൾ നേരത്തെ ഒരു റാപ്പിഡ് ആയിട്ടുള്ള മാറ്റങ്ങൾ, റാപ്പിഡ് ആയിട്ടുള്ള ടെക്നിക്കൽ ചേഞ്ചസ് ആണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതെല്ലാം കൂടെ നമ്മൾ എങ്ങനെയാണ് ഇവ എല്ലാം ഇതിനെ സ്വാധീനിച്ചത്, അതിൽ സിവിലൈസേഷൻ ഉണ്ട്, അതുപോലെ തന്നെ പല പല ഫ്രെയിം വർക്കുകളും ഇതിലേക്ക് എന്താണ് ഇൻക്ലൂഡഡ് ആയിട്ട് ഉള്ള ഒരു കൺസെപ്റ്റ് ആയിട്ടാണ് അതിനെ നമ്മൾ കണക്കാക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന എന്ത് ക്ലാസിക്കൽ റൈറ്റിംഗ്സ് ഓഫ് മാക്സ് വെബർ, ഡർക്കിൻ, സിമ്മർ, വെബ്ലിൻ ആൻഡ് ഫ്യൂ അതേഴ്സ്. ഒരുപാട് പേഴ്സൺസിന്റെ എന്താണ് ക്ലാസിക്കൽ റൈറ്റിംഗ്സ്, ഇവരുടെ ആ റൈറ്റിംഗ്സിലൂടെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, സമൂഹത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോ നമ്മൾ പറഞ്ഞു ഇവ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, മീൻസ് സൊസൈറ്റി ആയാലും ഇക്കണോമിക് ആയാലും എങ്ങനെയാണ് അവ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് പോകുന്നത്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ഒരു ഇവ തമ്മിൽ എങ്ങനെ ഇവ രണ്ടിനും എന്ത് അനിവാര്യമാണ്, ഇക്കണോമിക്ക് സൊസൈറ്റിയും അനിവാര്യമാണ്, സൊസൈറ്റിക്ക് ഇക്കണോമിക്കും അനിവാര്യമാണ്. അപ്പൊ ഇവ തമ്മിൽ നല്ലൊരു അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്തുന്നുണ്ട് അല്ലെ.
ആ ബന്ധം ഉണ്ടെങ്കിൽ മാത്രമാണ് സമൂഹത്തിന് എന്തുള്ളൂ എന്ന് പറഞ്ഞത്, നിലനിൽപ്പുള്ളൂ. അപ്പൊ അതിലേക്ക് കുറച്ച് ആളുകളുടെ, അതായത് കുറച്ച് ഓതേഴ്സിന്റെ, കുറച്ച് തിങ്കേഴ്സിന്റെ കോൺട്രിബ്യൂഷനും കൂടി ഉണ്ട്. അവരുടെ കോൺട്രിബ്യൂഷനിലൂടെ സമൂഹത്തിന്റെയും സോഷ്യോളജിയുടെയും അതുപോലെ തന്നെ ഇക്കണോമിക്കിന്റെയും എന്ത് അവ തമ്മിലുള്ള ആ ബന്ധത്തെ കുറിച്ചിട്ട് ഇവര് പ്രതിപാദിക്കുന്നുണ്ട്. There are several traditions of explaining the dynamic of economic and social life in sociology. There are early approaches of the economic sociology can be classified broadly in three. പ്രധാനമായിട്ട് ഇപ്പൊ നമുക്കറിയാം, ഒരു കൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിന് പ്രധാനമായിട്ട് സ്വാധീനിച്ചത്, ഈ ഒരു കോൺസെപ്റ്റിൽ പ്രധാനമായിട്ട് 3 അപ്രോച്ചസ് ആണ് സ്വാധീനിച്ചത്. ഈ 3 അപ്രോച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 തിങ്കേഴ്സിന്റെ, 3 ഫിലോസഫേഴ്സിന്റെ അല്ലെങ്കിൽ 3 സോഷ്യോളജിസ്റ്റിന്റെ എന്താണ് ചിന്താഗതികളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു ആശയം മുന്നോട്ട് പോയത്. ഈ 3 അപ്രോച്ചസിലൂടെയും കൂടെ ഈ 3 തിങ്കേഴ്സ് എങ്ങനെയാണ് സമൂഹവും സാമ്പത്തികവും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ ഇങ്ങനെയാണ് സോഷ്യോളജിയും എക്കണോമിക്കും തമ്മിലുള്ള കണക്ഷൻ, അതിനെ കുറിച്ചിട്ട് ഈ 3 തിങ്കേഴ്സ് 3 അപ്രോച്ചസിലൂടെ പറയുകയാണ് ചെയ്തത്. ഫസ്റ്റ് അപ്രോച്ച്, ഫസ്റ്റ്ലി മാക്സ് ഡയലക്റ്റിക്കൽ മെത്തേഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ പ്രൊഡക്ഷൻ. ഫസ്റ്റത്തെ അപ്രോച്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡയലക്റ്റിക്കൽ മെത്തേഡിനെ മനസ്സിലാക്കുന്നതിനെ കുറിച്ചിട്ടാണ്. അതായത് ഡയലക്റ്റിക്കൽ മെത്തേഡിനെ കുറിച്ചിട്ട് ഡയലക്റ്റിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് ആരുടേതാണ്, കാൾ മാർക്സിന്റെ അല്ലെ. കാൾ മാർക്സിന്റെയും അതുപോലെ തന്നെ വെബറിന്റെയും ഡർക്കിമിന്റെയും പ്രധാനമായിട്ട് ഈ 3 വ്യക്തികളുടെ അല്ലെങ്കിൽ 3 തിങ്കേഴ്സിന്റെ ആശയങ്ങൾ, അവരുടെ റൈറ്റിങ്സ് എത്രത്തോളം ഇവ തമ്മിലുള്ള ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ 3 അപ്രോച്ചസിലൂടെ ഈ 3 വ്യക്തികൾ പറഞ്ഞിട്ടുള്ള അവരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഒന്ന് നമ്മൾ പറഞ്ഞു, ഫസ്റ്റ്ലി ഏതാണ്, മാക്സ് ഡയലക്റ്റിക്കൽ മെത്തേഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ പ്രൊഡക്ഷൻ അല്ലെ. മാക്സിന്റെ ഡയലക്റ്റിക്കൽ മെത്തേഡ് ഓഫ് എന്താണ് പ്രൊഡക്ഷൻ. ഇതാണ് ഒന്നാമത്തെ അപ്രോച്ച്. രണ്ടാമത്തെ അപ്രോച്ച് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് റോ നെറ്റ്വർക്ക് ഇൻ ഇക്കോണമി. അതായത് അപ്രോച്ച് ഓഫ് ഇക്കോണമിക് സോഷ്യൽ ഇക്കോണമി. രണ്ടാമത്തെ പറയുന്നത് ചെറുതാക്കിയതാണ്. രണ്ടാമത്തെ അപ്രോച്ച് പറയുന്നത്. ഇനി നമുക്ക് വി ആർ മൂവിങ് ഓൺ ദ തേർഡ് അപ്രോച്ച്. തേർഡ് വൺ, way to study of the economic life is institutional approach. മൂന്നാമത്തെ പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച്. അപ്പൊ ഒന്നാമത്തത് ഏതാണ്, ഡയലക്റ്റിക്കൽ മെത്തേഡ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ പ്രൊഡക്ഷൻ. രണ്ടാമത് പറയുന്നത് ഏതാണ്, റോൾ ഓഫ് നെറ്റ്വർക്ക് ഇൻ ഇക്കോണമി. ദെൻ ദ തേർഡ് വൺ ഈസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച്. ഈ 3 രീതികളിലൂടെയാണ്, അല്ലെങ്കിൽ ഈ 3 അപ്രോച്ചസ് ആണ് പ്രധാനമായിട്ടും ഈ ഒരു കൺസെപ്റ്റിലേക്ക് ഈ 3 വ്യക്തികൾ അല്ലെങ്കിൽ ഈ 3 തിങ്കേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഒന്നാമത് പറയുന്നത് ഏതാണ്, മാക്സിന്റെ ഈ മെത്തേഡിലൂടെ എങ്ങനെയാണ് പ്രൊഡക്ഷനെ കുറിച്ചിട്ട് അറിവ് ലഭിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത് ഡയലക്റ്റിക്കൽ മെത്തേഡിൽ പറയണത്. രണ്ടാമത്തെ അപ്രോച്ച് ഏതാണ് വിശദീകരിക്കുന്നത്, ഇക്കണോമിയിലേക്കുള്ള റോള്, അത് എങ്ങനെ സമൂഹത്തിലെ ആളുകളെ അത് എങ്ങനെ എന്ത് ചെയ്യുന്നു, ചെയ്യുന്നു, അല്ലെങ്കിൽ അത് അവരിലേക്ക് എത്രത്തോളം ഇറങ്ങിച്ചെല്ലുന്നു, അതിനെ കുറിച്ചിട്ടാണ് ഇതില് പറയുന്നത്. അതായത് രണ്ടാമത്തെ അപ്രോച്ചിൽ എങ്ങനെയാണ് സമൂഹത്തിലേക്ക്, ഒന്നാമത്തെ ഡയലക്റ്റിക്കൽ മെത്തേഡ് പറയണത് എങ്ങനെയാണ്, ഈ മാക്സിന്റെ ഈ ഒരു മെത്തേഡിലൂടെ എങ്ങനെയാണ് പ്രൊഡക്ഷനെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് ലഭിക്കുകയാണ് ചെയ്തത്. രണ്ടാമത്തെ പറഞ്ഞത് ഏതാ,
നെറ്റ്വർക്ക് ഇക്കോണമി. അതില് ഇക്കണോമിയിലുള്ള റോള്, അതായത് ഇക്കോണമിയിലുള്ള റോള് അത് എങ്ങനെ സമൂഹത്തിലെ ആളുകളെ അത് എങ്ങനെ മൂന്നാമത്തെ അപ്രോച്ച് എങ്ങനെയാണ് പറഞ്ഞത്? ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച്. പ്രധാനമായിട്ടും എമിലി ഡർക്കിമിനെ കുറിച്ചിട്ടാണ്. എങ്ങനെ ബിലീഫ്സിലൂടെയും സോഷ്യൽ മിത്തില് എന്താ ബിലീഫ്സ്, വാല്യൂസ്, മിത്ത്, ഇതിലൂടെയൊക്കെ എങ്ങനെയാണ് ഇക്കണോമിയുടെ സോഷ്യൽ കൺസ്ട്രക്ഷൻ ഉണ്ടാവുന്നത്, എങ്ങനെയാണ് ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ സോഷ്യൽ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്, അത് ഏത് കാര്യങ്ങളിലൂടെയാണ്? വേ ടു സ്റ്റഡി ഓഫ് ദ ഇക്കണോമിക് ലൈഫ് ഈസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച്. ഇതാണ് മൂന്നാമത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ മൂന്ന് അപ്രോച്ചസുകളും എങ്ങനെ, ഈ മൂന്ന് അപ്രോച്ചസുകളിലൂടെയാണ് ഈ അറിവ് എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് കിട്ടിയത്. ഇതിനെ കുറിച്ചിട്ടുള്ള ഇക്കണോമിയും അതുപോലെ തന്നെ സോഷ്യോളജിയും തമ്മിലുള്ള അവരുടെ ആ ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതാണ് ക്ലാസിക്കൽ റൈറ്റിംഗ്. ഇനി നമ്മളെ ഓരോരുത്തരെ കുറിച്ചിട്ട് ഒന്ന് പറയാൻ പോകുന്നു. ഫസ്റ്റത്തെ അപ്രോച്ച് നമ്മൾ പറഞ്ഞു. ഫസ്റ്റത്തെ അപ്രോച്ച് എങ്ങനെയുള്ളതായിരുന്നു എന്നാണ് പറഞ്ഞത്? കാൾ മാർക്സിന്റെ ഏതിലൂടെയാണ്? ഡയലക്റ്റിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റിലൂടെയാണ് ഉണ്ടായിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് മാത്സിലേക്ക് പോവാം അല്ലെ. കാൾ മാർക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ എന്താ വരിക? ഫസ്റ്റ് തന്നെ നമുക്ക് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് കാൾ മാർക്സിനെ കുറിച്ചിട്ട് പറയുമ്പോഴേക്കും നമുക്ക് വരിക അല്ലെ. അതായത് എങ്ങനെയാണ് സമൂഹത്തില് മാർക്സിന്റെ ഒരു കോൺസെപ്റ്റ്, അത് സമൂഹത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക അല്ലെ. ഡിവിഷൻ ഓഫ് ലേബർ, പ്രൊഡക്ഷൻ, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഒക്കെയാണ് ആർക്കുള്ളത്? കാൾ മാർക്സിന്റെ ഉള്ളത്. ദെൻ കാൾ മാർക്സ് 1880 to 1883 വരെയാണ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. 1818 1883 വരെ. The economic aspects of social change fundamentally organized. The economy and structure of the social classes depends upon the mode of production. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, നമുക്ക് കാൾ മാർക്സ് അല്ലെങ്കിൽ മാർക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്താണ് വരിക? പ്രൊഡക്ഷൻ വരികയാണ്. മാർക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വേഗം നോക്കണത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇദ്ദേഹം പ്രൊഡക്ഷൻ ആണല്ലേ. പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ആര് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്? മാർക്സ് ഇമ്പോർട്ടന്റ് കൊടുക്കും. മാർക്സിന്റെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പ്രൊഡക്ഷനിലൂടെ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, സമൂഹത്തിന്റെ സ്ട്രക്ചർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ, ഈ ഡിവിഷൻ ഓഫ് ലേബർ അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് ക്ലാസസ്, ഇതിലൂടെയൊക്കെ എങ്ങനെയാണ് സമൂഹത്തിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ. പിന്നെ അതുപോലെ തന്നെയാണ് ഇതിൽ പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു 3 അപ്രോച്ചസ് കൊണ്ടുവന്നു അല്ലെ. ഈ 3 അപ്രോച്ചസ് പ്രധാനമായിട്ടും ഈ 3 അപ്രോച്ചസ് ഈ 3 വ്യക്തികളെ സ്വാധീനിച്ചിട്ടാണ് പോകുന്നത്. കാൾ മാർക്സിനെയും അതുപോലെ തന്നെ മാക്സ് വെബറുടെയും അതുപോലെ തന്നെ എമിലി ഡർക്കിമിനെ കുറിച്ചിട്ടും. അപ്പൊ ഇവരുടെ അപ്രോച്ചസ് പോണത് എങ്ങനെയാണ്? മാർക്സിന്റെ ഒരു പ്രധാന വർക്ക് എന്ന് പറയുന്നത് ക്യാപിറ്റൽ, സോറി കേട്ടോ, ഈ ഒരു സ്ലൈഡിന് ചെറിയ ഉണ്ടായിരുന്നു. ഇവരുടെ ഒരു മെയിൻ വർക്ക് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ 1867 ഈ ഒരു കോൺസെപ്റ്റ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ മാർക്സിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ബുക്ക് എന്ന് പറയുന്നത്, അദ്ദേഹം എഴുതിയത് ഏതാ? അയാളെ പ്രധാന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് ക്ലൈമറ്റ് ഏതാണ്? ഡിവിഷൻ ഓഫ് ലേബർ. ഇത് അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പിന്നെ അതുപോലെ തന്നെ economic thought that is based on the work of 19th century economist and philosopher of Karl Marx. കാൾ മാർക്സ് എന്ന് പറയുന്നത് 19ാം
നൂറ്റാണ്ടിലെ ഒരു എക്കണോമിസ്റ്റും അതുപോലെ തന്നെ ഫിലോസഫറുമായിട്ടാണ് ആര് പ്രവർത്തിച്ചത്? കാൾ മാർക്സ് പ്രവർത്തിച്ചത്. അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കൃതി അല്ലെങ്കിൽ അദ്ദേഹം ഫോക്കസ് ചെയ്തത് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റിലാണ്. പിന്നെ അതുപോലെ തന്നെ മെറ്റീരിയലിസം, especially key concept in the subfield include historical materialism, mode of production and the capital labor relation. ഇതൊക്കെയാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇദ്ദേഹം എപ്പോഴും എന്തിനായിരുന്നു ഇദ്ദേഹം പ്രാധാന്യം നൽകിയിരുന്നത്? ഈ ഒരു കൺസെപ്റ്റിൽ നമുക്കറിയാം, ഒരു 19-ാം നൂറ്റാണ്ടിന്റെ സാമ്പത്തിക തത്വചിന്തകനായിട്ടുള്ള മാക്സിന്റെ പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയിട്ട് അദ്ദേഹം ഒരു സാമ്പത്തിക ചിന്താധാരയ്ക്ക് ഒരു പ്രാധാന്യം നൽകി. അതിന് സാമ്പത്തിക ശാസ്ത്രം എന്നുള്ള പേരിൽ ആര് പ്രയോഗിപ്പിച്ചു? മാക്സ് പ്രയോഗിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം, ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുതലാളിത്തത്തിലുള്ള രണ്ട് പോരായ്മ ചൂഷണത്തിലേക്ക് നയിക്കുന്നുണ്ട് എന്ന ഒരു കോൺസെപ്റ്റ് ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതില് എന്താണ്? ഒന്ന് നമുക്കറിയാം, രണ്ട് പോരായ്മ എന്ന് പറയുന്നത്, ഒന്ന് എന്തായാലും ഏതായിരിക്കും? അമിതമായിട്ടുള്ള ഒരു അധ്വാനം. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു തുറന്നൊരു ഒരു കമ്പോളമില്ലാത്ത അതിന്റെ ഒരു അവസ്ഥ. ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിന്റെ രണ്ട് പോരായ്മ ആയിട്ട് കണക്കാക്കണം. മുതലാളിത്തത്തിലെ രണ്ട് പോരായ്മയായിട്ട്, ആ പോരായ്മയിലുള്ള ചൂഷണമായിട്ട് കണക്കാക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം, ഈ ജനപ്പെരുപ്പം അല്ലെങ്കിൽ തൊഴിൽ മേഖലയുടെ വേതനം കുറയ്ക്കുമെന്നാണ് ആര് വാദിച്ചത്? ഈ ജനപ്പെരുപ്പം അമിതമായിട്ട് ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ തൊഴിൽ മേഖലയുടെ തൊഴിൽ മേഖലയെ അത് വളരെയധികം ബാധിക്കുന്നുണ്ട്. എങ്ങനെ? വേതനം കുറയ്ക്കുമെന്നാണ് അദ്ദേഹം പ്രതിപാദിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കോൺസെപ്റ്റില് ഇദ്ദേഹം പറയുന്ന ഒരു ആശയം എന്താ വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ ഒരു പ്രൊഡക്ഷൻ രീതികളിലൊക്കെ ചരക്കുകളുടെയും അതുപോലെ തന്നെ സേവനമൊക്കെ ഉണ്ടാവുമല്ലോ, ഇതിന്റെയൊക്കെ മൂല്യം തൊഴിലാളികളുടെ ഒരു എന്താന്നാ പറഞ്ഞ യഥാർത്ഥ വിലയെ അത് എന്ത് ചെയ്യുന്നുണ്ട് എന്നാ പറഞ്ഞത്? കൃത്യമായിട്ട് കാണിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ മുതലാളിത്തം കൂടുതൽ ജനങ്ങളെ എന്തിലേക്ക് നയിക്കുന്നു എന്നാ പറയുന്നത്? തൊഴിലാളി എന്നുള്ള ഒരു പദവിയിലേക്ക് നയിക്കുന്നു എന്നാണ് ആരഭിപ്രായപ്പെടുന്നത്? മാക്സിന്റെ ഒരു പൊതുവെയുള്ള ചിന്താഗതിയാണ് അത് പറയുന്നത്. പിന്നീട് അങ്ങോട്ട് ഉൽപാദനം സ്റ്റേറ്റിലേക്ക് മാറ്റിക്കൊണ്ട് ഒരു വിപ്ലവം ആര് സൃഷ്ടിക്കുകയാണ് ചെയ്തത്? നമ്മുടെ കാൾ മാക്സ് സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇതൊക്കെയാണ് മാക്സിന്റെ ഒരു കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. ഇതിൽ കുറച്ച് ഒരു ഇത് വന്നിട്ട് സ്ലൈഡ് ഇങ്ങനെ ഉണ്ടാക്കി വന്നപ്പോ കുറച്ചൊന്നും മാറിപ്പോയതാണ്. നമുക്ക് അടുത്ത ഒരു തിങ്കർ പറയാം അല്ലെ. അടുത്ത തിങ്കർ എന്ന് പറയുന്നത് ആരാണ്? മാക്സ് വെബർ അല്ലെ. മാക്സ് വെബർ 1864 to 1920. 1920 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. മാക്സ് വെബറിന്റെ The relationship between economic structure and social action, he preferred at cultural factors. His famous work, The Protestant Ethics and Spirit of Capitalism, is conventionally he investigated the cultural values of civilization and identified that Protestant ethics inspired by Calvinism had played a idea. അപ്പൊ നമുക്കറിയാം, മാക്സ് വെബർ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ആ ഒരു കൺസെപ്റ്റ് ആദ്യം തന്നെ എന്താ വരിക? ഒരു ഇക്കണോമിക് ആക്ഷനും അതുപോലെ തന്നെ സോഷ്യൽ ആക്ഷനും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. അതാണ് ആര് പറയുന്നത്? ഇവിടെ വെബറിന്റെ അഭിപ്രായം പറയുന്നത്. മാക്സ് വെബറിന്റെ അഭിപ്രായം ഇവ തമ്മിലൊരു ബന്ധമുണ്ട്. ഇക്കണോമിക് ആക്ഷൻ ആയാലും സോഷ്യൽ ആക്ഷനും തമ്മിലുള്ള നല്ലൊരു ബന്ധം നിലനിൽക്കുന്നു എന്നാണ് ആരഭിപ്രായപ്പെടുന്നത്? നമ്മുടെ വെബർ അഭിപ്രായപ്പെടുന്നത്.
അത് കൾച്ചറൽ ഫാക്ടേഴ്സിലൂടെ അല്ലെങ്കിൽ കൾച്ചറൽ ഇക്കോണമിയെ സ്വാധീനിക്കുന്നതെന്ന് ആര് പ്രതിപാദിക്കുന്നുണ്ട്? വെബർ പറയുന്നുണ്ട്. In the early years, Weber wrote mostly on legal history and economics. Was very protective, driving this time to publish his dissertation on trading companies in the Middle Age in 1889. ഏകദേശം നമുക്കറിയാം ഈ ഒരു 1889 ഒക്കെ ആയപ്പോഴത്തേക്ക് അദ്ദേഹം ഒരുപാട് കൃതികളൊക്കെ എഴുതി തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക ആശയം എന്ന് പറയുന്നത് എന്താ agrarian history. He wrote the question ethics and the spirit of capitalism, first published at the Lindsay in 1914. അദ്ദേഹം ഈ ഒരു കോൺസെപ്റ്റ് ട്രഡീഷണലി അതുപോലെ തന്നെ ബിലീവ് ഒക്കെ എങ്ങനെയാണ് ഒരു ട്രഡീഷൻ അല്ലെങ്കിൽ എന്താ പറയാ ബിലീഫ്സ് ആയിരിക്കും അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആര് പ്രതിപാദിച്ചത്? അതുപോലെ തന്നെ എന്താ പറയുന്നത് investigated the cultural values of this civilization and identified the roles by having played a crucial role in the formation of capital ideas. അതുപോലെ തന്നെ നമുക്കറിയാം civilization, എത്തിക്സ്, ബിലീഫ്സ്, കസ്റ്റംസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് ആര് പ്രാധാന്യം നൽകുന്നത്? ഒരു കൂട്ടം ആളുകളുടെ കൾച്ചർ എങ്ങനെയാണ് അത് ഇക്കോണമിയെ സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇക്കോണമി ഇൻസ്പയർ ചെയ്യുന്നത്? ഇതാണ് എന്ന് പറയുന്നത്. എമിലി ഡർക്കിം. എമിലി ഡർക്കിമിന്റെ ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമിലി ഡർക്കിം മൂന്നാമത്തെ അപ്രോച്ച് പ്രധാനമായിട്ട് തന്നെ അപ്രോച്ചസ് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ അപ്രോച്ചസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് എമിലി ഡർക്കിമിന്റെ ആശയം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ആശയം എന്ന് പറഞ്ഞത് ഏതായിരുന്നു? മൂന്നാമത്തെ ആശയം പറഞ്ഞത് നമ്മള് എന്താണ്? Life is a way to study the economic life is institutional approach. ഇതാണ് മൂന്നാമത്തെ പറഞ്ഞത് എമിലി ഡർക്കിം അല്ലെ. പല രീതിയിലാണ് ചിലർ ദുർക്കിം പറയുന്നത്. നമുക്കിത് പ്രൊണൗൺസ് ചെയ്യാം. എമിലി ഡർക്കിം 1858 to 1970. Durkheim studied the emergence of industrial society and aimed to provide sociological explanation of transformation in community lives, the division of labor in society. In 1893, he claimed that with the advancement of in technology and formation of towns, several groups of people came together with profound consequence.
Then another work is Suicide 1897. The division of labor produced alienation among workers and the alienation among workers and the increased prosperity of the late 19th century generated agreed passions that threaten the equilibrium of society. ഡർക്കിമിന്റെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് ഡർക്കിം പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ, അതായത് ഡർക്കിമിന്റെ ചിന്താഗതി എന്ന് പറയുന്നത് ഡർക്കിം പ്രാധാന്യം നൽകിയിട്ടുള്ളത്, ഡർക്കിമിന്റെ ഒരു പ്രാധാന്യം നൽകിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് പോകുന്നത് എങ്ങനെയാണോ ഡിവിഷൻ ഓഫ് ലേബർ ഗ്രൂപ്പിനെ എങ്ങനെയാണോ ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കുന്നത്, അതായത് എങ്ങനെയാണോ ഡിവിഷൻ ഓഫ് ലേബർ ഒരു ഗ്രൂപ്പുകളെ ഉണ്ടാക്കാനും അത് അവരുടെ സോളിഡാരിറ്റിയെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ആര് പറയുന്നത്, എമിലി ഡർക്കിം പറയുന്നത്. ഇത് അദ്ദേഹം പറയുന്നതിൽ പ്രധാന ഒരു കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം മോഡേൺ സൊസൈറ്റിയിലാണ് കേട്ടോ. മോഡേൺ സൊസൈറ്റിയിൽ എങ്ങനെയാണോ ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടാകുന്നത്, ഇയാളെ സൊസൈറ്റിയെ രണ്ടായിട്ട് തിരിക്കുന്നു. അതായത് സോളിഡാരിറ്റിയും അതുപോലെ തന്നെ ഓർഗനൈസ് ചെയ്തത് സമൂഹങ്ങളെ തിരിക്കുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് സൊസൈറ്റിയെ തിരിക്കുകയാണ് ചെയ്തത് അല്ലെ. അപ്പൊ അതിലൂടെയുള്ള ഒരു ജനറലൈസേഷൻ ആണ് ആര് നടത്തിയിട്ടുള്ളത്, ഡർക്കിം നടത്തിയിട്ടുള്ളത്. അപ്പൊ പ്രധാനമായിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു വർക്ക് എന്ന് പറയുന്നത് സൂയിസൈഡ് ഇദ്ദേഹത്തിന്റെ ഒരു വർക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഡിവിഷൻ സോഷ്യൽ സോളിഡാരിറ്റി ഇദ്ദേഹം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. സോഷ്യൽ സോളിഡാരിറ്റി ഇദ്ദേഹത്തിന്റെ ഒരു ആശയമാണ്. പിന്നെ അതുപോലെ തന്നെ പല തരത്തിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ സമൂഹത്തിന് ഇദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൊസൈറ്റി ആൻഡ് സോഷ്യോളജിക്കൽ എക്സ്പ്ലനേഷൻ. അപ്പൊ എങ്ങനെയാണോ ഒരു മോഡേൺ സൊസൈറ്റിയിൽ എങ്ങനെയാണോ ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടാവുന്നത് എന്നത്, ഇയാളാവുന്ന സൊസൈറ്റിയെ രണ്ടായിട്ട് തിരിക്കുകയാണ് ചെയ്തത്, ഡർക്കിം തിരിക്കുകയാണ് ചെയ്തത്. അതിലൊന്ന് മെക്കാനിക്കൽ സോളിഡാരിറ്റി ആയിട്ടും അതുപോലെ തന്നെ ഓർഗാനിക് സോളിഡാരിറ്റി ആയിട്ട് ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കുകയാണ് ചെയ്തത്. ഇദ്ദേഹം ഒന്നും കൂടി പറയുന്നുണ്ട്, ഇക്വിലിബ്രിയം ഓഫ് സൊസൈറ്റി ത്രട്ടേൺഡ് ദ ഇക്വിലിബ്രിയം ഓഫ് സൊസൈറ്റി. തൊഴിൽ വിഭജനം എങ്ങനെ തൊഴിലാളികൾക്കിടയിൽ വൽക്കരണം സംഭവിച്ചു, അതുപോലെ തന്നെ 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് ഒരു വർദ്ധിച്ചൊരു അഭിവൃദ്ധി സമൂഹത്തിൽ സന്തുലിതാവസ്ഥയെ ചെയ്യുന്നുണ്ട് എന്ന് അഭിപ്രായപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു സന്തുലിതാവസ്ഥയെ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അധിനിവേശം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. ഇതാണ് ഇദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത് എങ്ങനെയാണോ സമൂഹത്തില് അല്ലെങ്കിൽ ഗ്രൂപ്പിനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക, അവരുടെ സോളിഡാരിറ്റിയെ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത്, ഇതിനെയൊക്കെ കുറിച്ചിട്ടാണ് ആരുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഡർക്കിമിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് പറയാനുള്ളത് ഈ ഒരു ക്ലാസിക്കൽ റൈറ്റിംഗ്സിൽ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ജോർജ് സിമ്മലിനെ കുറിച്ചിട്ടാണ്. ജോർജ് സിമ്മൽ 1858 മുതൽ 1918 വരെയുള്ള കാലഘട്ടമാണ് ആരുടെ കാലഘട്ടം എന്നത്, സിമ്മലിന്റെ ഒരു കാഴ്ചപ്പാട് കാലഘട്ടം എന്ന് പറഞ്ഞത്. സിമ്മലിന്റെ കൂടെ തന്നെ പാർസൺ ഉണ്ട്, ടാൽക്കോട്ട് പാർസൺ ഉണ്ടോ. ടാൽക്കോട്ട് പാർസന്റെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് in one of his first written piece on the
relationship between economic and sociology. Parson, the scientific status of economic according to the formal action of an influential neoclassical economist. Parson's main argument was that sociology, the analysis of the institution's economic life, should be complemented rather than substitute for mainstream economy. ഇദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇദ്ദേഹം എന്ത് ചെയ്യാണ്, ഇക്കണോമിസ്റ്റിന്റെ സയന്റിഫിക് സ്റ്റാറ്റസിനെ കുറിച്ചിട്ടാണ് ഇദ്ദേഹം നോക്കിയത്. ഇദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തത് ലയണൽ റോബിന്റെ കാഴ്ചപ്പാടിൽ നിന്നാണ്. ആരെ ഇൻഫ്ലുവൻസ് ചെയ്തത്? പാർസനെ ഇൻഫ്ലുവൻസ് ചെയ്തത്. ടാൽകോട്ട് പാർസനെ ഇൻഫ്ലുവൻസ് ചെയ്തത് അങ്ങനെ. ജോർജ് സിമ്മലിന്റെ കാഴ്ചപ്പാടാണ് ഹി writes in his The Philosophy of Money 19. Money as one of the major institutions in contemporary capitalist society, it played a profound role in the relationship between supported the private accumulation of capital, the accumulation interest, and this cultural condition was in its turn supported by institutional factors. സിമ്മലിന്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹം പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ആളുകളുടെ റിലേഷനില് അതിന് പണത്തിന് വലിയൊരു പ്രധാനം ഉണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്. എപ്പോഴും നമ്മൾ പറയാറില്ല, നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ പറയാ, പൊതുവെ ഉള്ള ഒരു ടോക്ക് എന്ന് പറയാം, പണം ഉണ്ടോ അവിടെ സ്ഥാനം ഉണ്ട് എന്ന് പറയുന്നത് അല്ലെ, അവിടെ വിലയുണ്ട്, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടോ അല്ലെ അവിടെ നമുക്ക് സ്ഥാനം ഉണ്ട്, അത് എവിടെ ആയാലും അതൊക്കെ സ്ഥാനമുണ്ട്, പദവി നൽകുന്നുണ്ട്, അങ്ങനെ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് ആളുകളുടെ റിലേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പണത്തിന് വലിയൊരു പ്രാധാന്യം നൽകുന്നുണ്ട് എന്നാണ് ആര് പറയുന്നത്? സിമ്മല് അഭിപ്രായപ്പെടുന്നു. ഇവിടെ റോൾ എന്താണ്? മണി. നമ്മുടെ റോൾ അവിടെ ആര് ചുമത്തും? മണി ചുമത്തുകയാണ് ചെയ്യുന്നത്. പൈസ അല്ലെങ്കിൽ പണം അവിടെ ചുമത്തുകയാണ് ചെയ്യുന്നത്. ഒരു പണത്തിന് എന്തുണ്ട്? സോഷ്യൽ കോൺസിക്വൻസ് ഉണ്ടാവൂലേ? പൊതുവെ എങ്ങനെയായാലും ഉണ്ടാകുന്നതാണ്. പണമായി കഴിഞ്ഞാൽ അതിന്റെ സോഷ്യൽ കോൺസിക്വൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ പണം എന്ന് പറയുന്നത് എന്താണ്? എക്സ്ചേഞ്ചിന്റെ ഒരു ടൂളായിട്ട് മാറി എന്നാണ് ഇദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം ഇല്ലേ? നമുക്ക് പഴയ കാലത്തൊക്കെ നമുക്കറിയാം പണത്തിന് അത്ര ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്കൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ പഴയ ഒരു കാലഘട്ടത്തെ കാര്യം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം, അതായത് ഇവിടെ ഉണ്ടാവുക സാധനങ്ങൾ കൈമാറ്റായിരുന്നുണ്ടായിരുന്നു. പണത്തിന്റെ എന്തുണ്ടായിരുന്നില്ല. പണത്തിന്റെ ആവിർഭാവം ഉണ്ടെങ്കിലും കൂടെ പണത്തിന് അത്രയ്ക്കൊരു പ്രയോറിറ്റി എന്തുണ്ടായിരുന്നു? കൈമാറ്റം ചെയ്തിരുന്നു. നമുക്ക് നമ്മുടെ അത്യാവശ്യത്തിന് വേണ്ടത് ഭക്ഷണ കാര്യങ്ങളായിരുന്നു അല്ലെ? ആ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്തിരുന്നു? ആളുകളായിട്ടൊരു കൈമാറ്റം ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് എന്താണ് ഉണ്ടായത്? ഉണ്ടായത്? പണം കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങുന്ന നിലയിലേക്ക് നമ്മുടെ സമൂഹമൊക്കെ മാറിക്കഴിഞ്ഞു അല്ലെ? അതായത് അപ്പൊ അവിടെ എന്തുണ്ടായി? പണത്തിന്റെ ഒരു എക്സ്ചേഞ്ച്, അതായത് പണം എന്നതൊരു എക്സ്ചേഞ്ചിന്റെ ഒരു ടൂളായിട്ട് മാറി എന്ന് ആരുടെ അഭിപ്രായം? ഇദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇപ്പൊ സിമ്മലിന്റെ അഭിപ്രായം എങ്ങനെയാണ്? സിമ്മല് പറയണത് ഇത്രയേ ഉള്ളൂ, പണം എന്നത് ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് മാറുകയാണ് ഉണ്ടായത്. ഇറ്റ്സ് എ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ? അതൊരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് മാറുകയാണ് ചെയ്തത്. അതോട് കൂടിയിട്ട് അതിൽ എന്തുണ്ടായി? ഇതിന് പ്രാധാന്യം ഉണ്ടായി, എക്സ്ചേഞ്ചിന്റെ ഒരു ടൂളായിട്ട് മാറിയിട്ട് സമൂഹത്തിലുള്ള മാറ്റങ്ങൾ ഇതുമൂലം കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞത്. ഒരുപാട് സോഷ്യൽ കോൺസിക്വൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടെ ഈ ഒരു കോൺസെപ്റ്റ് പണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയത്തിന്റെ ഏറ്റവും പ്രയോറിറ്റി അല്ലെങ്കിൽ ഇതിന്റെ ഒരു
എന്താ പറയുക ചിന്താഗതി, ഈ ഒരു എങ്ങനെ പറയാ, പണത്തിന് ഒരു എന്ത് പറഞ്ഞു വാല്യൂ വരികയാണ് ചെയ്തത് കേട്ടോ. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് വെബ്ലർ, ക്രിസ്ത്യൻ വെബ്ലർ 1857 മുതൽ 1929 വരെയാണ് വെബ്ലന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. വെബ്ലൻ കോൺട്രിബ്യൂട്ടഡ് ടു a non-individualistic theory, economic action, and he focused on problem of historical empirical research that was not dealt with by economic, the social efforts of liberal market-based capitalism. അപ്പൊ നമുക്കറിയാം ഈ ഒരു അദ്ദേഹത്തിന്റെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ഇവല്യൂഷണറി പെർസ്പെക്റ്റീവ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതിലൂടെ ഒരു എന്തുണ്ടാവണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഇക്കണോമിക്സ് സോഷ്യലിനെ, സോഷ്യോളജി ഇക്കണോമിക്സിനെയും സോഷ്യോളജിയെയും കുറിച്ച് പറഞ്ഞു. അതായത് ഇവല്യൂഷണറി പെർസ്പെക്റ്റീവ്സ് ആണ് അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു ആശയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതില് എന്ത് ചെയ്യാണ്, he presented the essential element of his critique, focusing 3 problems are there. അതിലെ ഒരു 3 പ്രോബ്ലംസ്, പ്രശ്നങ്ങളെ കുറിച്ച് ഇദ്ദേഹം ഫോക്കസ് ചെയ്യുന്നുണ്ട്. First of all, there was the individualistic conception of human nature embodied in the theory of economic action. ഇതാണ് ഒന്നാമത്തത് പറയുന്നത്. ഒന്നാമത്തെ പറയണത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് economic action ഇവിടെ the first, there was the individualistic conception of human nature embodied in the theory of economic action. ഇതിലൂടെ പറയണത് എന്താ വെച്ചാൽ ഇക്കണോമിക് ആക്ഷൻ പറയുമ്പോൾ എങ്ങനെയാണ് ആ ഒരു എന്താ പണത്തിനുള്ള പ്രാധാന്യം എത്രത്തോളം ഉണ്ട്, മാർക്കറ്റിൽ അത് എത്രത്തോളം അവൈലബിൾ ആണ്, നമ്മുടെ നേച്ചറിൽ എത്രത്തോളം എക്കണോമിക്കിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ട്, അതിനെ കുറിച്ചിട്ടാണ് ഒന്നാമത്തെ ഒരു പ്രോബ്ലം പറയുന്നത്. അതായത് ഇതിലാണ് പറയുന്നത് ഇൻഡിവിജ്വലിസ്റ്റിക് കൺസെപ്ഷനിലൂടെയാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. രണ്ടാമത് കാര്യം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് സ്റ്റാറ്റിക് നേച്ചർ ഓഫ് ട്രഡീഷണൽ ഇക്കണോമിക് അനാലിസിസ് ദാറ്റ് ഈസ് ഫോക്കസ് ഓൺ ഇക്വിലിബ്രിയം rather than ചേഞ്ച്ഡ്. ഫോക്കസ് ചെയ്ത് അത് എന്തിലാണെന്നാ പറഞ്ഞത്, ഇക്വിലിബ്രിയം ഓഫ് അനാലിസിസ്, അല്ലെങ്കിൽ എന്താ ഇക്വിലിബ്രിയത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഫോക്കസ് ചെയ്തത്. ഇക്വിലിബ്രിയത്തെയാണ് ഫോക്കസ് ചെയ്തത്. Then we are going to third one, the link between the pursuit of individual interest and collective well-being were guided by values and norms which they absorbed from the society in which they lived. ഇതിൽ മൂന്നാമത്തെ കാര്യത്തെ പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവ തമ്മിൽ എങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നത് അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് കളക്റ്റീവ് വെൽബീയിങ് were guided the values and norms. Values and norms തമ്മിൽ എങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നത് അതിനെ കുറിച്ചിട്ടാണ് പറയാൻ ശ്രമിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഒരു നോൺ ഇൻഡിവിജ്വലിസ്റ്റിക് തിയറി ഇക്കണോമിക് ആക്ഷനെ എങ്ങനെ ഫോക്കസ് ചെയ്യുന്നു, അതിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ആ ഇക്കണോമിക് ആക്ഷനെ കുറിച്ചിട്ടാണ് ഒന്നാമത്തെ പ്രോബ്ലം പറയുന്നത്. രണ്ടാമത്തെ പ്രോബ്ലം പറയുന്നത് മാറ്റത്തിലല്ല ഫോക്കസ് ചെയ്തത്, മറിച്ച് എന്തിലാണ്, ഇക്വിലിബ്രിയത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഫോക്കസ് ചെയ്തത്. ഇതാണ് പറയുന്നത് അല്ലെ. ദെൻ ഇതാണ് എന്തിനെ കുറിച്ച് പറയുന്നത്, ക്ലാസിക്കൽ റൈറ്റിംഗ്സ് ഓഫ് മാക്സ് വെബർ ഇതിനെ കുറിച്ചിട്ട് പറയുന്നത് കേട്ടോ. ദെൻ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എക്കണോമിക് ഡെവലപ്മെന്റ് ഇഷ്യൂസ് ആൻഡ് കോൺട്രാഡിക്ഷൻസ്. എക്കണോമിക് ഡെവലപ്മെന്റിന്റെ ഇഷ്യൂസും കോൺട്രാഡിക്ഷൻസും ആണ്
നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് modernization theory emerged in the Western world, started its domination over the academic and policy were as movement of society from traditional stage to an industrial development phase and foreign investment and emulate the policies of Western countries. In the 1950s, some complained that the modernization paradigm ignored the international dimensions, in particular the domains of core over peripheral countries. അപ്പൊ ഈ ഒരു കൺസെപ്റ്റിൽ പറയുന്നത് എന്താ വെച്ചാൽ മോഡേണൈസേഷൻ തിയറിയുടെ എമർജൻസ്, അതിന്റെ ഒരു എമർജൻസ് വെസ്റ്റേൺ കൺട്രികളിലാണ് കൂടുതലായിട്ടും നടക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ ഇന്ത്യയിലെ GDP ഇപ്പൊ നമുക്ക് വന്നിട്ടുള്ള ഒരു കൺസെപ്റ്റ് അല്ലെ, ആ ഒരു എന്താ ഗ്ലോബലൈസേഷൻ ഡെവലപ്മെന്റ് ആ ഒരു കൺസെപ്റ്റിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇന്ത്യയിൽ നടന്നത്. പക്ഷെ ഈ ഒരു വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഇത് എമർജ് ചെയ്തത് ഈ അവിടെ 1950കളിലാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റങ്ങൾ കാണാൻ കഴിഞ്ഞത്. ആ മാറ്റം ഉണ്ടാവുന്നത് എങ്ങനെയാന്ന് ട്രഡീഷൻ ടു മോഡേൺ, അതായത് ട്രഡീഷൻ ടു മോഡേൺ, ട്രഡീഷനിൽ നിന്നും എന്തിലേക്ക് മാറുകയാണ് ചെയ്തത്, മോഡേണിലേക്ക് മാറുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ കുറച്ച് ഇതിന് എന്തും കൂടി ഉണ്ടായിട്ടുണ്ട് പറയുന്നത്, കുറച്ചൊരു പ്രോബ്ലം കുറച്ച് കംപ്ലൈൻസ് ഈ ഒരു എക്കണോമിക് ഡെവലപ്മെന്റിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ്. ഇപ്പൊ നമുക്കറിയാം ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിഫറൽ കൺട്രീസും അതുപോലെ തന്നെ ഓവർ പെർട്ടിക്കുലർ ദ ഡൊമിനൻസ് ഓഫ് കോർ ഓർ പെരിഫറൽ കൺട്രീസ്. അതായത് നമുക്കറിയാം പെരിഫറൽ കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോർ കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്ഡ് കൺട്രീസ് അല്ലെ, മീൻസ് അമേരിക്ക ഒക്കെ പോലുള്ള രാജ്യങ്ങളും, പെരിഫറൽ കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അങ്ങനെ വികസിതം എന്ന് പറഞ്ഞിട്ടുള്ള വികസനം എത്താത്ത രാജ്യം, ആഫ്രിക്ക ഒക്കെ പോലുള്ള രാജ്യങ്ങൾ തമ്മിലൊരു ആ കണക്ഷൻ, അത് നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ ഇവ തമ്മിൽ എന്തുണ്ടായിട്ടുണ്ടെന്നാ പറഞ്ഞേ, ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെ, ഇവ തമ്മിൽ ഒരു ഐഡിയോളജീസിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒരു അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളല്ല എവിടെ നടക്കുന്നത്, ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിൽ നടക്കും. ദ ഐഡിയ ഓഫ് ഡെവലപ്മെന്റൽ സ്റ്റേറ്റ് അച്ചീവ്ഡ് പ്രൊമിനൻസ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്, ഡിസ്ക്രൈബിംഗ് ദ പാർട്ട്ണർഷിപ്പ് എമംഗ് ബിസിനസ്, ഫിനാൻസ് ആൻഡ് ഗവൺമെന്റ് ഇൻ ദീസ് സക്സസ് സ്റ്റോറീസ്. അപ്പൊ ഇതിലൂടെയൊക്കെ തന്നെയാണ് ഡെവലപ്മെന്റൽ സ്റ്റേറ്റ് അച്ചീവ് ചെയ്യാൻ ഡെവലപ്പിംഗ് കൺട്രീസ് ഇതുപോലെ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ആണ് എന്ത് ചെയ്യുന്നത് പല സ്ഥലങ്ങളിലും ഈ ഒരു ഇത്തരത്തിലുള്ള ചുരുക്കി പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഇത്തരത്തിലുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നത് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു ആശയത്തിൽ പറയണത് എന്താണെന്ന് വെച്ചാല് പൊതുവെ ഒരു മാറ്റം, അത് എന്തിൽ നിന്ന് ട്രഡീഷൻ ടു വെസ്റ്റേൺ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വരികയാണ് ചെയ്തത്. ഇതാണ് എക്കണോമിക് ഡെവലപ്മെന്റ്സ് ഇൻ ഇഷ്യൂസ് ആൻഡ് കോൺട്രാഡിക്ഷൻസ് പറയുന്നത്. ദെൻ അടുത്തത് വാഷിംഗ്ടൺ കോൺസെൻസസ്. വാഷിംഗ്ടൺ കോൺസെൻസസ് പറഞ്ഞു കഴിഞ്ഞാല് ഇത് പറയുന്നത് 1918 witnessed a counter revolution in developmental economics as part of a general recurrence of economic and orthodoxy. പൊതുവെ പറയുന്നത് 1980കളുടെ കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ളൊരു എക്കണോമിക് ഓർത്തഡോക്സിയിൽ, അതായത് എന്താ പറയാ, ഓർത്തഡോക്സിലൂടെ ഒരു കൗണ്ടർ റെവല്യൂഷൻ ആയിട്ട് വന്നതാണെന്നാണ് പറയുന്നത്. 1980കളിൽ സംഭവിച്ച ഒരു ഇക്കണോമിക് ഓർത്തഡോക്സിയുടെ ഒരു കൗണ്ടർ റെവല്യൂഷൻ ആണ് കോമൺലി നോൺ ആസ് ദ വൺ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർനാഷണൽ ഇക്കണോമിക് ആൻഡ് ഡെവലപ്ഡ് ബൈ ദ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, IMF അല്ലെ.
അതായത് ഇത് രൂപീകരിച്ചത് ആരാന്ന് വെച്ച് കഴിഞ്ഞാല് ജോൺ വില്യംസ് ആണ് കേട്ടോ. ഈ ഒരു ടേം വാഷിംഗ്ടൺ കോൺസെൻസ് എന്നുള്ള ഒരു ടേം കോയിൻഡ് ബൈ ജോൺ വില്യംസ് ആണ്. ഇദ്ദേഹമാണ് ഈ ഒരു ടേം കോയിൻ ചെയ്തത്. ഇദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഇത് ഉണ്ടാവാൻ കാരണം എന്നാണ് പറയുന്നത്. അതായത് ഫിസിക്കലി പബ്ലിക്കലി എക്സ്പെൻഡിച്ചർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാക്സ്ഡ് ആകാനായിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ട്രേഡിലായാലും അതുപോലെ തന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചർ ആയാലും ഫിസിക്കലി എല്ലാം എന്താണ് ചെയ്തത്, എല്ലാം റെഡ്യൂസ് ചെയ്തിട്ട് അതിലെ എന്ത് ചെയ്യുക, മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നാണ് വാഷിംഗ്ടൺ കോൺഫറൻസിൽ പറയുന്നത്. ഇറ്റ് വാസ് ഇൻഫോംഡ് ബൈ ദ എക്കണോമിക് റൈറ്റിംഗ് ഓഫ് ഫ്രെഡറിക് ഹെയർ, മിൽട്ടൺ ഫ്രീഡ്മാൻ, the philosophies of Margaret and Ronald, administration by lessons learned from the debt crisis. ഇവരുടെയൊക്കെ ഒരു ക്രൈസിസിന്റെ ഭാഗമായിട്ട് ഏർലി 1918 ഇതിന്റെയൊക്കെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ടാണ് ഇത് ഉണ്ടാവാൻ കാരണം എന്നാണ് പറയുന്നത്. ഫിസിക്കലി അതുപോലെ തന്നെ എക്സ്പെൻഡിച്ചർ റെഡ്യൂസ് ചെയ്യുക, ട്രേഡ് കംപ്ലീറ്റ്ലി ലിബറലൈസ്ഡ് ആക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വാഷിംഗ്ടൺ കോൺഫറൻസിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ യൂണിറ്റ് പറയുന്നത് കേട്ടോ. ഫസ്റ്റത്തെ യൂണിറ്റിൽ ഒന്നും കൂടി നമുക്ക് നോക്കാം. എന്താണ് സൊസൈറ്റി, അണ്ടർസ്റ്റാൻഡിങ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സൊസൈറ്റി, കൾച്ചർ ആൻഡ് ഇക്കോണമിയിൽ സൊസൈറ്റിയും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇക്കണോമിക്കും സോഷ്യോളജിയും തമ്മിലുള്ള ബന്ധം എന്താണ്, അത് കൾച്ചർ അങ്ങനെയായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഇതാണ് നമ്മൾ പറഞ്ഞത്. അതിൽ പ്രധാനമായിട്ടും 3 അപ്രോച്ചസിലൂടെയാണ് ഈ ഒരു കാര്യങ്ങൾ പോകുന്നത് അല്ലെ. ഒന്ന് മാക്സിന്റെ അപ്രോച്ചസ്, ഡയലക്റ്റിക്കൽ മെത്തേഡ്. രണ്ടാമത് പറയുന്നത് വെബേറിയൻ അപ്രോച്ച് ആയിട്ടുള്ള റോൾ ഓഫ് നെറ്റ്വർക്ക് ഇൻ ഇക്കോണമി. Then the third approach is institutional approach. ഈ 3 അപ്രോച്ചസിലൂടെയുള്ള ഓതേഴ്സിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ തിങ്കേഴ്സിന്റെ സ്റ്റഡീസ് ആണ് ഈ ഒരു ഇക്കോണമിയെ കുറിച്ചിട്ടുള്ള സോഷ്യോളജിയെ കുറിച്ചിട്ടുള്ള അറിവുകൾ നൽകുന്നത്. അതിൽ കാൾ മാർക്സിന്റെ അഭിപ്രായം പറയുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, കാൾ മാർക്സ് എപ്പോഴും എന്തിനാണ് പ്രാധാന്യം നൽകുന്നത്, പ്രൊഡക്ഷൻ ആണ് കാൾ മാർക്സ് പ്രാധാന്യം നൽകുന്നത്. വെബറിന്റെ ചിന്താഗതി സോഷ്യൽ ചേഞ്ച് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ സമ്പത്ത് ഉണ്ടാവണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് കാൾ മാർക്സിന്റെ ചിന്താഗതി. വെബറിന്റെ ചിന്താഗതി എന്താ പറഞ്ഞത്, വെബർ എന്തിനായിരുന്നു പ്രാധാന്യം നൽകിയിരുന്നത്, വെബർ പ്രാധാന്യം നൽകിയിരുന്നത് ബിലീവ്സിന് അതുപോലെ തന്നെ ട്രഡീഷൻ ബിലീവ്സിന്, ഇതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് വെബറിന്റെ അപ്രോച്ച് പോയത്. അതായത് പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റാലിസം എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ്. അതായത് ഒരു കൂട്ടം ആളുകളുടെ എങ്ങനെ ഇക്കോണമിയെ സ്വാധീനിക്കുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് വെബറിൻ്റെത്. ഡർക്കിമിന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡർക്കിം എങ്ങനെയാണ് ഡിവിഷൻ ഓഫ് ലേബർ ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കിയെടുക്കുന്നത്, അവരുടെ ആ ഒരു സോളിഡാരിറ്റി എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിനെ കുറിച്ചിട്ടാണ് ഡർക്കിമിന്റെ കൺസെപ്റ്റ് പോയത്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, പിന്നെ പണം എപ്പോഴും ടൂളായിട്ടാണ് മാറിയത് കോൺസെപ്റ്റ്. അതുപോലെ തന്നെ പെർസ്പെക്റ്റീവ്സിലൂടെയാണ് മാറ്റങ്ങൾ ഉണ്ടായത്. സോഷ്യൽ ചേഞ്ചസിനെ കുറിച്ച് 3 പ്രോബ്ലംസ് ആ ഒരു കാലഘട്ടത്തിൽ ഫേസ് ചെയ്യേണ്ടതാണ്. ഒന്നാമത്തത് ഇൻഡിവിജ്വലിസ്റ്റിക് കൺസെപ്ഷൻ ഓഫ് ഹ്യൂമൻ നേച്ചർ ആൻഡ് എംബോഡീസ് ഇൻ ദ തിയറി. രണ്ടാമത്തത് സ്റ്റാറ്റിക്
if traditional economic analysis, that is മൂന്നാമത് പറയുന്നത് link between the pursuit of individual interest and collective well-being were guided by values and norms in which the subtracted from the society in which they lived. അപ്പൊ മാറ്റത്തിലല്ല, മറിച്ചത് ഇക്വിലിബ്രിയത്തിൽ പ്രാധാന്യം കൊടുക്കണം. പിന്നെ അത് പറഞ്ഞത് സമൂഹം തമ്മിൽ എങ്ങനെ കളക്റ്റീവ് ഇൻട്രസ്റ്റും ബിലീഫ്സും നോംസ് ഒക്കെ തമ്മിൽ എങ്ങനെ ലിങ്ക് ചെയ്യുന്നു ഇതിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞിട്ടുള്ളത് അല്ലെ. ദെൻ പിന്നെന്താ പറഞ്ഞത്, പിന്നെ ട്രഡീഷനിൽ നിന്ന് മോഡേണിലേക്ക് വരാനുണ്ടായ സാഹചര്യം അതെങ്ങനെ സാമ്പത്തികത്തെ അല്ലെങ്കിൽ ഇക്കണോമിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റിനെ സ്വാധീനിച്ചു. അത് ഡെവലപ്ഡ് കൺട്രീസും അണ്ടർ ഡെവലപ്ഡ് കൺട്രീസും തമ്മിലുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എങ്ങനെ എത്തി. പിന്നെ അതുപോലെ തന്നെ വാഷിംഗ്ടൺ കൺസെപ്റ്റ്, ഇതിനെല്ലാം പ്രാധാന്യം നൽകിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എങ്ങനെ ഇക്കോണമി സോഷ്യോളജിയും തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഫിസിക്കലി അതുപോലെ തന്നെ ഏതെല്ലാം മേഖല ഉപയോഗിച്ചിട്ടാണോ ഇതിന് വാല്യൂ വന്നത്, അതായത് ഫിസിക്കലി ആയിട്ടും പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ ആയിട്ടും ട്രേഡ് കംപ്ലീറ്റ് എന്തായി ചെയ്യാണ്, ലിബറലൈസ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ ഇത്തരത്തിലുള്ള മാറ്റങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നതിലൂടെയാണ് സമൂഹത്തിൽ എന്തുണ്ടാവുള്ളൂ, സാമ്പത്തികപരമായിട്ടും അതുപോലെ തന്നെ സാമൂഹികപരമായിട്ടൊക്കെ മാറ്റം ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ചിന്താഗതിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു വാഷിംഗ്ടൺ കോൺസെൻസ് പറയുന്നത് ഈ ഒരു ഘടകമാണ് കേട്ടോ. അപ്പൊ അങ്ങനെ എന്തുണ്ടാവും എന്നാ പറഞ്ഞ് സമൂഹത്തിൽ മാറ്റം വരുന്നു എന്നുള്ള ഒരു ചിന്താഗതിയാണ് ജോൺ വില്യംസിന്റെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇതോട് കൂടിയിട്ട് നമ്മുടെ ഒരു ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റത്തെ യൂണിറ്റ് ആയിട്ടുള്ള സൊസൈറ്റി, കൾച്ചർ, ഇക്കോണമി എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇക്കണോമിക് സോഷ്യോളജിയിലെ. ഇനി നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ വേറെ 2 യൂണിറ്റും കൂടി ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ ഇതിന്ന് എന്തായാലും നിങ്ങൾക്ക് ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ വരും കേട്ടോ. ഏതാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാല് അതില് ക്ലാസിക്കൽ റൈറ്റിംഗ്സ് ഓഫ് മാക്സ്, വെബർ ആൻഡ് ഡേർക്കിൻ, ഇവരെ കുറിച്ചിട്ടുള്ള ഒരു എസ്സേ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റിൽ നിന്ന് നിങ്ങൾക്ക് എസ്സേ ആയിട്ട് വരിക എക്സാമിന്. ഇതിനായിരിക്കും നിങ്ങൾക്ക് വരിക. ഒരു 20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ ഒരു പാർട്ടിൽ നിന്ന് വരും കേട്ടോ. അപ്പൊ അത് നന്നായിട്ടൊന്ന് പഠിച്ചിരിക്കാം. പിന്നെ വരിക വൺ വേർഡ് ആയിരിക്കും. ഇവരെ റൈറ്റിംഗ്സ് ഏതൊക്കെയാണെന്ന് വൺ വേർഡ് വരും. അതുപോലെ തന്നെ ഇവരെ ഫോക്കസ് ചെയ്തതിൽ തന്നെ അല്ലേ, ഫോക്കസ് ചെയ്ത കുറച്ച് പ്രശ്നങ്ങള്, 3 പ്രശ്നങ്ങൾ അല്ല, അത് വെബ്ലന്റെ തിയറിയിലാണ് പറയുന്നത്. 3 പ്രധാന പ്രശ്നങ്ങൾ അല്ലെ, അത് നമുക്കൊരു 3 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പൊതുവെ വരാറുണ്ട് കേട്ടോ. ആ 3 പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്ന് വെബ്ലന്റെ 3 പ്രശ്നങ്ങൾ ഏതൊക്കെയാണ് അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ വൺ വേർഡ് ആയിട്ട് വാഷിംഗ്ടൺ കോൺസിക്വൻസ് പൊതുവെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അധികമൊന്നും ഡീപ്പായിട്ടൊന്നും ഉണ്ടാവില്ല. എന്താണ് ഒരു ചുരുങ്ങിയത് ഒരു 5 മാർക്കിനൊക്കെ എഴുതാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ് പൊതുവെ ഇതെന്ന് വരുള്ളൂ. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം അല്ലെ. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത യൂണിറ്റ് ആയിട്ട് കാണാം.